ഞാനൊരു മൊബൈൽ ഫോൺ സെയിൽസ്മാൻ ആയതുകൊണ്ട് ഓരോ ദിവസം അനവധി വട്ടം കേൾക്കുന്ന ഒരു ചോദ്യമാണ് കോൺസ ഫോൺ അച്ചാ ഹേ കിതർക്ക ഫോൺ അച്ചാ ഹേ. അതുപോലെ തന്നെ എടുത്ത ഫോണാണ് നല്ലത്, ഏത് ഫോണാണ് നല്ലത്. ചില ആളുകൾ സ്വകാര്യമായിട്ട് വന്ന് വരെ ചോദിക്കും മെയ്ഡ് ഇൻ വിയറ്റ്നാം എങ്ങനെയുണ്ട്, നല്ല ഫോണാണോ, അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ചൈനയാണോ നല്ലത്, മെയ്ഡ് ഇൻ കൊറിയയാണോ നല്ലത്, മെയ്ഡ് ഇൻ ഇന്ത്യയാണോ നല്ലത്. ഇങ്ങനെ പല പല ചോദ്യങ്ങൾ ഓരോ ദിവസം ആളുകൾ മെയ്ഡ് ഇൻ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പല പല ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. ഇതിനൊക്കെ പാടുള്ള ഒരു ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തരാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം ഇതുപോലുള്ള പുതുപുത്തൻ അറിവുകൾ ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഖാദർ വെള്ളേരി. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഏതൊരു കമ്പനി വാങ്ങണം എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. കാരണം ഓരോ വ്യക്തികൾക്കും ഓരോരോ ബ്രാൻഡുകളായിരിക്കും ഇഷ്ടം. ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫോണാണ് സാംസങ്. രണ്ടാമതായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഫോണാണ് ഐഫോൺ. ചില ആളുകൾക്ക് ഓപ്പോ ആയിരിക്കും, ചില ആളുകൾക്ക് കാർബൺ ആയിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് മറ്റ് ബ്രാൻഡുകളായിരിക്കും, ചില ആളുകൾക്ക് സാംസങ് തീരെ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഏതൊരു ഫോൺ എടുക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബ്രാൻഡ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്. പക്ഷേ നമ്മളിവിടെ ചർച്ച ഏത് ബ്രാൻഡ് എന്നുള്ളതിലല്ല, ഏത് മീഡിയൻ എന്നുള്ളതിലാണ്. മീഡിയൻ ഏതായിരിക്കണം എന്നുള്ളത്. എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്, മേഡ് എന്നുള്ളതിൽ യാതൊരു വാല്യൂ ഇല്ല എന്നുള്ളതാണ്. ഒരു ഫോൺ നിങ്ങൾ വാങ്ങുമ്പോൾ മേഡ് ഇൻ വിയറ്റ്നാം ആയാലും മേഡ് ഇൻ ചൈന ആയാലും പ്രത്യേകിച്ച് അതിൽ വലിയൊരു മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിന്ന് വരും, എന്നാലും വളരെ ചെറിയ മാറ്റമേ ഉണ്ടാവുള്ളൂ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനൊരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. എന്തെങ്കിലും ഒരു ഫാക്ടറി, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, അതായത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഇസ്തിരിപ്പെട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു പ്രൊഡക്റ്റ്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ ആദ്യം എൻ്റെ നാട്ടിൽ തുടങ്ങി, പിന്നെ ഞാൻ കേരളത്തിൽ ആ കമ്പനിയെ വികസിപ്പിച്ച്, അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിലേക്ക് വികസിപ്പിച്ച്, അതിനുശേഷം ആന്ധ്രയിലേക്ക് വികസിപ്പിച്ച്, അങ്ങനെ ഓരോരോ നാട്ടിലേക്കും ഇതിങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുകയാണ് തമിഴ്നാട്ടിലേക്കുള്ള സാധനം തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടാക്കാം, ആന്ധ്രയിലേക്കുള്ളത് ആന്ധ്രയിൽ തന്നെ ഉണ്ടാക്കാം, കർണാടകയ്ക്കുള്ളതാണെങ്കിൽ കർണാടകയിൽ തന്നെ ഉണ്ടാക്കാം. ഇങ്ങനെ ആകുമ്പോൾ കമ്പനിക്ക് സപ്ലൈ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും സർവീസ് കൊടുക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ആ നാട്ടിലുള്ള ആളുകൾക്ക് ജോലിയും കിട്ടും. ഇങ്ങനെ ഒരു പ്രാധാന്യം കൂടി അതിലുണ്ട്. ഇതുപോലെ തന്നെയാണ് സാംസങ് ആയാലും. സാംസങ്ങിനെ പറ്റി ഞാൻ കൂടുതൽ പറയാൻ കാരണം സാംസങ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽസ് ചെയ്യുന്ന ഫോൺ. അതുകൊണ്ടാണ് സാംസങ്ങിനെ പറ്റി ഞാൻ പറയുന്നത്. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് ഒരു കൊറിയൻ കമ്പനിയാണ്. കൊറിയൻ കമ്പനിക്ക് ഇന്ത്യയിൽ ഫാക്ടറി ഉണ്ട്, അതുപോലെ തന്നെ ചൈനയിൽ ഫാക്ടറി ഉണ്ട്, അതുപോലെ തന്നെ വിയറ്റ്നാമിൽ ഫാക്ടറി ഉണ്ട്. അങ്ങനെ പല പല രാജ്യങ്ങളിൽ ഫാക്ടറി ഉണ്ട്. പക്ഷേ ഈ ഫാക്ടറികളൊക്കെ ഉണ്ടെങ്കിലും അവർ നിർമ്മിക്കുന്നത് അതത് രാജ്യത്തേക്ക് മാത്രമല്ല. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ GCC കൺട്രികളിൽ സാംസങ്ങിന് ഫാക്ടറി ഇല്ല. ഈ ഒരു സമയത്ത് സാംസങ് GCC കൺട്രിയിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കും, അതുപോലെ തന്നെ ചൈനയിൽ നിർമ്മിക്കും, അതുപോലെ തന്നെ വിയറ്റ്നാമിൽ നിർമ്മിക്കും, അടുത്തടുത്തുള്ള രാജ്യങ്ങളിൽ. അതുകൊണ്ടാണ് ഇവിടെ ചൈനന്റെയും വിയറ്റ്നാമിന്റെയും ഇന്ത്യൻ്റെയൊക്കെ ഫോണുകൾ കൂടുതൽ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ ഒരു കമ്പനി ഫോൺ നിർമ്മിക്കുമ്പോൾ GCC കൺട്രികളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് GCC കൺട്രിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫോണുകളായിരിക്കും അവർ നിർമ്മിക്കുക. അതായത് ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും GCC കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അവിടുത്തെ സാമ്പത്തികവും ഒക്കെ നോക്കിയിട്ട്, അവിടുത്തെ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് നിർമ്മിക്കും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ഫോൺ ഇവിടെ ഉപയോഗിക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അമേരിക്കൻ്റെ സോഫ്റ്റ്വെയർ ഉള്ള ഫോണിൽ ഒരിക്കലും അറബി പറഞ്ഞ സംവിധാനം തന്നെയല്ല, കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമല്ല. അതുകൊണ്ടാണ്. നേരെ മറിച്ച് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഫോണിൽ അറബി ഉണ്ട്, കാരണം ഇന്ത്യയിൽ കുറച്ചാളെങ്കിലൊക്കെ അറബി ഉപയോഗിക്കുന്നവർക്ക് തോന്നിയതുകൊണ്ടായിരിക്കാം. ഇനി ഞാനൊരു വേറൊരു വ്യത്യാസം കൂടിയും പറഞ്ഞുതരാം. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഫോണാണ്, ഇന്ത്യക്കും വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ഫോണുണ്ട്, പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ഒരു ഫോണുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു സാംസങ്ങിൻ്റെ ഫോൺ വാങ്ങിയിട്ട് ഇതുവരെ നിങ്ങൾക്ക് ഹെഡ്ഫോൺ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് ഉത്തരം. കാരണം ഇന്ത്യയിൽ ഒരു കമ്പനിയും ഹെഡ്ഫോൺ കൊടുക്കണമെന്നില്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ആപ്പിൾ ചിലപ്പം കൊടുക്കുന്നുണ്ടാവും, പക്ഷേ മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളൊന്നും ഹെഡ്ഫോണൊന്നും കൊടുക്കണില്ല. നേരെ മറിച്ച് ആ ഒരു ഫോൺ GCC കൺട്രിയിലേക്ക് നോക്കാം. സാംസങ് ഇവിടെ മിക്കവാറും 90% ഫോണിലും ഹെഡ്ഫോൺ കൊടുക്കുന്നുണ്ട്. അതായത് GCC കൺട്രിയിൽ സപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഫോണുകളിലൊക്കെ അവർ ഹെഡ്ഫോൺ കൊടുക്കുന്നു. കാരണം ഇവിടുത്തെ ആളുകൾക്ക് ഹെഡ്ഫോൺ ആവശ്യമുണ്ട്. അതേപോലെ തന്നെയാണ് അമേരിക്കയിൽ കൊടുക്കുന്നതിൽ ചിലപ്പം വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. അങ്ങനെ ഓരോ രാജ്യത്തിനും ഓരോരോ മാറ്റങ്ങളൊക്കെ അവർ കൊടുക്കും. അപ്പോൾ ഏത് രാജ്യത്തിനും വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കി എന്നുള്ളതിലാണ് കാര്യം, അല്ലാതെ ഏത് മേഡ് എന്നുള്ളതിലല്ല കാര്യം. ഇനി നമുക്ക് ഐഫോണിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഐഫോൺ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നതാണ്, ഇവിടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഐഫോൺ അമേരിക്ക, ഐഫോൺ ജപ്പാൻ. ഇതിനൊക്കെ വരുന്ന മേഡ് ഏതാണ്? മേഡ് ഇൻ ചൈനയാണ്. അപ്പോൾ ഒരാൾ പറയാണ് ചൈനന്റെ ഫോൺ മോശമാണ്, ചൈനന്റെ ഫോൺ എനിക്ക് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ അവൻ അങ്ങനെ ഐഫോൺ വാങ്ങാം. ഐഫോൺ ഒക്കെ വരുന്നത് മേഡ് ഇൻ ചൈനയാണ്. പക്ഷേ ഐഫോൺ ഉണ്ടാക്കുന്നത് മേഡ് ഇൻ ചൈന ആണെങ്കിലും ജപ്പാനും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പല പല ഫംഗ്ഷൻസിന്റെ പ്രശ്നങ്ങളൊക്കെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ക്യാമറയുടെ സൗണ്ട് അത് ഓഫാക്കാൻ കഴിയില്ല, അങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഐഫോൺ എന്ന് പറഞ്ഞാൽ അമേരിക്കന്റെ ഐഫോൺ ആണ്. അമേരിക്കൻ്റെ എന്ന് പറഞ്ഞാൽ മേഡ് ഇൻ അമേരിക്ക അല്ല, മേഡ് ഇൻ USA എന്നല്ല, മേഡ് ഇൻ ചൈന തന്നെയാണ്. പക്ഷേ നമ്മൾ ആ ഒരു രാജ്യത്തിന്
വേണ്ടിയിട്ട് നിർമ്മിച്ച ആ ഒരു ഫോണുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഓരോ ഫോണിനും ഗ്ലോബൽ വെർഷനും ഉണ്ടാവും, പ്രാദേശിക വെർഷനുകളും ഉണ്ടാവും. ഇപ്പോൾ MIക്കൊക്കെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. MIൻ്റെ ചൈനീസ് വെർഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലോബൽ വെർഷൻ ഉണ്ട്. അതുപോലെ തന്നെ സാംസങ്ങിനുണ്ട് ചൈനീസ് വെർഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ്റെ വെർഷൻ ഉണ്ട്, അതുപോലെ തന്നെ കൊറിയൻ്റെ വെർഷൻ ഉണ്ട്, അമേരിക്കൻ്റെ വെർഷൻ ഉണ്ട്, കാനഡൻ്റെ വെർഷൻ ഉണ്ട്, അതുപോലെ ഗ്ലോബലിൻ്റെ വെർഷനുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സാംസങ് ആയാലും മറ്റ് ഫോണുകളായാലും ഒറിജിനൽ ആയിരിക്കണം. ചൈനൻ്റെ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കോപ്പി ഫോണുകൾക്ക് ആളുകൾ ചൈനൻ്റെ എന്ന് പറയുന്നുണ്ട്. ആ ഒരു ചൈന അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ചൈന, അതായത് മേഡ് ഇൻ ചൈന എന്ന് പറഞ്ഞിട്ടുള്ള ഒറിജിനൽ ഫോണുകൾ. ആ ഫോണിനെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇത് തന്നെയാണ്, അതായത് അത് ഇവിടേക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥക്കും ഇവിടുത്തെ ജനങ്ങൾക്കും ഇവിടുത്തെ സാമ്പത്തികത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാട്ടിലെ ഒരു ഫോണിൻ്റെ നാട്ടിൽ നല്ലൊരു ഫോണ് ഒരു പക്ഷേ GCCൻ്റെതായിരിക്കും. കാരണം GCC ഒന്നും കൂടി ഉയർന്ന നിലവാരത്തിലുള്ളതായതുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന ഈ ഒരു ഫോണ് ആയിരിക്കാം നല്ലത്. അത് എനിക്കുള്ള ഒരു തെളിയിച്ചിട്ടുള്ള ഒരു വിവരം എന്നല്ല, നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയെന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ഒരു വ്യത്യാസം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെട്ടിമേൽ വരെ നമുക്ക് മാറ്റം കാണാൻ പറ്റുന്നുണ്ട്. മൊബൈൽ വരുന്ന ഒരു ബോക്സ് വരെ ഡിഫറൻ്റ് ആണ്. കാരണം ഇവിടുത്തെ ബോക്സ് വരെ ഒരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബോക്സാണ് കമ്പനി കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. നിങ്ങൾ ഫോൺ വാങ്ങുമ്പോൾ മേഡ് ഇൻ ഏതാണെന്നല്ല നോക്കേണ്ടത്, ഏത് രാജ്യത്തിനും വേണ്ടിയിട്ട് ഈ ഫോൺ ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റഷ്യൻ്റെ ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ റഷ്യൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ മേഡ് ഇൻ റഷ്യ അല്ല, റഷ്യക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫോണുകൾ വരെയുണ്ട് ഇങ്ങനത്തെ പിന്നുള്ളത്. അതായത് 3 പിന്നും അല്ല 2 പിന്നും അല്ല, 2 പിൻ തന്നെയാണ് ജസ്റ്റ് പരന്ന, പണ്ടത്തെ ടോർച്ചിക്കൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഒരു പരന്ന പിന്ന്, അതുപോലത്തെ പിന്നുള്ള വരുന്നുണ്ട്. അത് മേഡ് ഇൻ റഷ്യ അല്ല, മേഡ് ഇൻ ചൈന ആയിരിക്കും, പക്ഷേ റഷ്യക്ക് വേണ്ടി നിർമ്മിച്ച ഫോണുകൾ വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ബോക്സ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിൽ കൂടുതലും ഇംഗ്ലീഷ് ഒന്നല്ല ഉണ്ടായാലും മറ്റു പല പല ഭാഷകളൊക്കെ ഉണ്ടായാലും. അപ്പോൾ നിങ്ങളൊരു ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തിലേക്കുള്ള വെർഷൻ ആണോ നോക്കിയിട്ട് എടുക്കുക. അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും വേണ്ടിയിട്ട് നിർമ്മിച്ച ഫോണുകളാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഇതുപോലെ റൗണ്ട് ടൈപ്പിലുള്ള 2 പിന്നുകളുള്ള ചാർജർ ആയിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുക. GCCക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ 3 പിന്നായിട്ടുള്ള ആ ചതുര 3 പിന്നായിട്ടുള്ള പിന്നുകളായിരിക്കും കിട്ടുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു റെക്കമെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ GCC കൺട്രിയിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും മേഡ് ഇൻ ഇന്ത്യ വാങ്ങണമെന്ന് നല്ലതാണ്. കാരണം ഇന്ത്യൻ്റെ സാമ്പത്തികം ഉയരാൻ വേണ്ടിയിട്ട്, അതായത് ഇന്ത്യൻ്റെ എക്സ്പോർട്ടിങ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റും. അല്ലാതെ മേഡ് ഇൻ ഇന്ത്യ ആയതുകൊണ്ട് നന്നാവും എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. പിന്നെ നമ്മൾ വാങ്ങുമ്പോൾ ചില ആളുകൾക്കൊക്കെ നമ്മളൊക്കെ എത്ര ഇത് പറഞ്ഞു കൊടുത്താലും ആളുകൾക്ക് ഇതൊന്നും തലയിൽ കയറൂല, അപ്പോൾ ഒരു വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ ആളുകളെ മനസ്സിലും ഇപ്പോഴും മേഡ് ഇൻ വിയറ്റ്നാം തന്നെ ആയിരിക്കും നല്ലതെന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വാങ്ങുന്ന ഫോൺ മേഡ് ഇൻ വിയറ്റ്നാം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു മാർക്കറ്റ് ഉണ്ടാവും ആളുകളുടെ. അത് മേഡ് ഇൻ വിയറ്റ്നാമിൻ്റെ ആണ്, നല്ല ഫോണാണെന്നൊക്കെ പറയും. അതിന് പറ്റുന്നല്ലാതെ വേറൊരു കാര്യത്തിനും ഉണ്ടാവില്ല. അല്ലാതെ ഫോണിൻ്റെ ക്വാളിറ്റി അതിൽ യാതൊരു വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മൾ ഇന്ത്യൻ്റെ ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ത്യൻ്റെ നിലവാരം കൂട്ടാനും ഇന്ത്യയിലുള്ള ആളുകൾക്ക് ജോലി കൂട്ടാനും ഇങ്ങനെ പല കാര്യങ്ങൾക്കും അത് സഹായിക്കും. അതുകൊണ്ട് ഇന്ത്യൻ്റെ ഫോൺ വാങ്ങാൻ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാണ്. പക്ഷേ GCC കൺട്രിയിൽ നിന്ന് വാങ്ങുമ്പോൾ GCC ക്വാളിറ്റിയിലുള്ള ഫോണുകൾ തന്നെ വാങ്ങുകയാണ് നല്ലത്. കാരണം ഇവിടുത്തെ സിമ്മും മറ്റുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക, യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ വളരെ ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം പല ആളുകളും ഇപ്പോഴും മീഡിയം പറഞ്ഞാൽ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരപ്പെടും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.